ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെയാണ് ചേച്ചി ഇൻട്രോ എടുക്കുന്നത്. ചേച്ചി ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറേ കാര്യങ്ങളൊന്ന് ചെയ്ത് തീർക്കാനുണ്ടെന്ന്. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടെന്ന് കേട്ടോ. ഒന്നാമത്തത്, ഇന്ന് എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കല്യാണം അറിയിക്കാൻ പോലെ എന്തൊക്കെയോ വിശേഷങ്ങൾ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. കല്യാണ സമയത്തുള്ള എന്തൊക്കെയോ വിശേഷങ്ങൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇന്ന് ആ മോൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അപ്പം നൂലുകെട്ടിന് പോകണം. പിന്നെ ഇന്ന് എൻ്റെ അമ്മാമ്മയുടെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അമ്മാമ്മയുടെ 41, അതിന് പോകണം. പിന്നെ എല്ലാം പിന്നെ പറഞ്ഞു നമ്മളിവിടെയൊക്കെ നമ്മൾ പറയുന്നിടത്തൊക്കെ ഒരുപാട് സംസാരിക്കുമ്പോൾ ഈ പിന്നെ കയറി വരിക. നമുക്കതൊക്കെ ശീലമായിപ്പോയി. അതൊക്കെ മാറ്റാമെന്ന് നോക്കിയാൽ മാറില്ല. എത്ര മാറ്റാമെന്ന് നോക്കിയാലും ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ ചില വാക്കുകൾ ഇങ്ങനെ വീണ്ടും കയറി വരും. അപ്പോൾ ഈ പിന്നെ പറയാനുണ്ട്, നിങ്ങളാരും കളിയാക്കല് കേട്ടോ. അതൊക്കെ നമ്മളെ കൂടെ അങ്ങ് കയറി വരുന്നതാണ്. അപ്പോഴത്തേക്ക് 1 നൂലുകെട്ടിന് പോകണം, 2 അമ്മാമ്മയുടെ 41 പോകണം. പിന്നെ ആദ്യം രാവിലെ പോകേണ്ടതാണ്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അവിടെ മാമൻ്റെ വീട്ടിൽ പോകേണ്ടതാണ്. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാ ആവശ്യങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിന് പോകണം. അടുത്ത് 18-ാം തീയതി കല്യാണം. ഞാൻ സാരിയൊക്കെ കാണിച്ചു തന്നില്ലേ നേരത്തെ വീഡിയോയിൽ? സാരിയൊക്കെ എടുത്ത് തന്നു കാണിച്ചില്ല. എൻ്റെ മദിനയുടെ മോന് കല്യാണം. അപ്പോൾ ആ കല്യാണ വീട്ടിൽ പോകണം. കല്യാണം 18-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെ ഒന്ന് പോകണം. ഇങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പോയേ. ഞായറാഴ്ചയൊന്നും ഓർക്കാണ്ട് സുഹൃത്തുക്കളെ, സ്വർണ്ണം എടുക്കാൻ പോയപ്പോൾ എല്ലാം സിറ്റിയിലോട്ടല്ല, നമ്മളിവിടെ അടുത്ത് 1-2 ജുവല്ലറി ഉണ്ട്. അവിടെ പോയപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് വിഷുവൊക്കെ ആയതുകൊണ്ട് എല്ലാ ജുവല്ലറി അടപ്പായിരുന്നു. അപ്പോൾ ആ പോക്ക് പോയത് വെറുതെയായി. അപ്പോൾ ഇനി പോയി ജുവല്ലറിയിൽ പോയി സ്വർണ്ണം എടുത്ത് നൂലുകെട്ടിന് പോകണം. പോയിട്ട് വന്ന് കല്യാണ വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ അവിടെയും പോയിട്ട് വന്നാണ് അമ്മമ്മേരെ 41-ന് പോവാൻ. 41-നൊക്കെ പോയിട്ട് വന്ന് പിന്നെ അവിടെയൊക്കെ പോണത് ശരിയല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു 11-12 മണിക്ക് മുന്നേ എനിക്ക് ഈ നൂലുകെട്ട് വീട്ടിലും കല്യാണ വീട്ടിലും പോയിട്ട് വന്നാണ് അമ്മാമ്മയുടെ ഇതിന് പോവാൻ. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ഇനി എന്നെ വഴക്ക് പറയും, സമയത്ത് ചെന്നെന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യാൻ സുഹൃത്തുക്കളെ, ആവശ്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നേ. കല്യാണ വീട്ടിൽ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ പോകായിരുന്നു. അതിന് ചേട്ടൻ്റെ സൗകര്യമൊക്കെ നോക്കിയാലേ പോകാൻ പറ്റുള്ള. മെനഞ്ഞാന്ന് പയ്യൻ ഗൾഫിലായിരുന്നു. ഒരു 12-ാം തീയതി എന്തൊക്കെ വന്നതേ ഉള്ളൂ. പയ്യൻ വന്നിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും ലേറ്റായത്. അപ്പോൾ പയ്യൻ വന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചപ്പോൾ ചേട്ടന് തിരക്കും കാര്യം. ചേട്ടൻ്റെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. പിന്നെ ചേട്ടന് ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ സൗകര്യമൊക്കെ നോക്കി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ചേട്ടന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ. എല്ലാം കൂടെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെയാണെന്നൊന്നും പറയാം. എല്ലായിടത്തും സമയത്തെ ഈ 41-ലായിരുന്നേ കുഴപ്പമില്ല, നമുക്ക് സമാധാനമായിട്ടൊക്കെ പോയിട്ട് വരായിരുന്നു. 41 കഴിഞ്ഞിട്ട് ഇതിനൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല. നല്ല ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ അതിനൊക്കെ പോണത് മോശമല്ലേ. ഞാൻ റെഡിയായിരിക്കുകയാണ്. മണി 8:30ആയി. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ കുളിച്ച് ഞാൻ റെഡിയായിരിക്കുകയാണ്. ചേട്ടൻ റെഡിയാവാണ്ടിരിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, ജ്വല്ലറിയൊക്കെ തുറക്കുമ്പം 10 മണിയാവുമെന്ന് തോന്നണം. എന്തരൊക്കെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആകെ ഒരു വെപ്രാളവും പരവേശവും പിടിച്ചിരിക്കുകയാണേ. ഒരിടത്ത് മാത്രമേ കുഴപ്പമില്ല, ഇത് എല്ലായിടവും പോകണമല്ല. 41 വീട്ടിൽ കറക്റ്റ് സമയത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവരുമൊക്കെ വഴക്ക് പറയും. എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെ ചെയ്യണമെന്ന്. അതിനു മുന്നേ നിങ്ങളോടൊന്ന് കഥ പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ എത്തിയത്. പിന്നെ എന്തെങ്കിലും കൂടെയൊക്കെ പറഞ്ഞ് നമുക്ക് വീഡിയോ ഇടാം. അപ്പോൾ പോണ വഴിക്കും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല, ഒന്നും പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, എടുത്തിട്ട് വീഡിയോ ഇടാം. അപ്പോൾ എന്ന് ചേച്ചി പോയിട്ട് വരട്ടെ. സിമ്പിൾ സാരിയാണേ. പട്ട് സാരി ഒന്നും ഉടുത്തില്ല. പട്ട് സാരി കൊടുത്താൽ പിന്നെ ഞാൻ വേണമെങ്കിൽ വന്നിട്ട് മാറ്റിയിട്ട്
അമ്മമ്മേരെ 41 മണി പിന്നെ വേറെ സാരിയോ ചുരിദാർ ഇടേണ്ടി വരും. ഇതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിനങ്ങ് പോകാം. സിമ്പിൾ ഡ്രസ്, സിമ്പിൾ. എന്നാൽ പോയിട്ട് വരട്ടെ ഞാൻ. കൂടുതലൊന്നും പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ പറയാൻ പിന്നെ പറ്റുമെങ്കിൽ പറയാം. ഓക്കെ, ചേച്ചി പോയി വരട്ടെ. അപ്പം നമ്മൾ രാവിലെ ഞാൻ ഇൻട്രോ എടുത്തിരുന്നു, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊക്കെ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ രാവിലത്തതിൽ പറഞ്ഞതുപോലെ എല്ലായിടമൊക്കെ പോയി എല്ലാ ആവശ്യമൊക്കെ കഴിഞ്ഞു വന്ന് വീടൊക്കെ എത്തിയപ്പോൾ 4 മണി 4:30 കഴിഞ്ഞ് 4:30 ആയി. പിന്നെ വന്ന് വീണ്ടും കുളിച്ചിട്ടൊക്കെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഒരു 7 മണിയായപ്പോൾ വീട്ടിൽ വന്ന് കിടന്ന്. ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഇപ്പം 10 മണിയായി. മകതേ നല്ല ഉറക്കത്തിൽ കിടക്കാൻ മക്കളെ വിളിച്ച് പിന്നെ എണീറ്റ് അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ്. നമ്മൾ വീഡിയോ ഇട്ടില്ലല്ലോ. രാവിലെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് പറ്റിയില്ല. നൂലുകെട്ടിന് പോയി എടുത്ത് അവിടെ നിന്ന് ഞാൻ ഒരിടത്തുനിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവിടെ ചെന്നപ്പോഴേ എല്ലാവരും പറഞ്ഞ് വീഡിയോ ഇടുന്നു പറഞ്ഞ്. എടുക്കാനൊന്നും നിന്നില്ല. അമ്മമ്മേരോട് അവിടുത്തെ ചടങ്ങിന് പോയി അവിടെയും വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. എന്നും നമ്മളെല്ലാവരെയൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അതൊരു ബുദ്ധിമുട്ടാവണമെങ്കിൽ, അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവണമെങ്കിലോ എന്ന് കരുതിയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ചേച്ചി എല്ലാമൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നിട്ട് എണീറ്റ് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഓഫീസിലെ വിശേഷമൊക്കെ ഉള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓഫീസിൽ വിശേഷമൊക്കെ ഉള്ള വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇടാം. 1-2 ചെറിയ ക്ലിപ്പൊക്കെ എടുത്ത് ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം. ഇല്ലെങ്കിൽ ചേച്ചി ഉറപ്പായിട്ടും നാളെ ഇടാം. നോക്കട്ടെ. എല്ലാവരും കൂടെയൊക്കെ ഫങ്ഷന് എല്ലാവരും കൂടെയൊക്കെ ഉള്ള വീഡിയോ ആണല്ലോ. അവർക്കൊക്കെ ഇനി നമ്മൾ യൂട്യൂബിലിടുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടൊക്കെ കാണുമെന്ന് എനിക്കൊരു ഒരു 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 ബുദ്ധിമുട്ടും. അവരാരും ഒന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നെങ്കിലോ. അതുകൊണ്ടാണ് ഇടാൻ മടിച്ചിരിക്കുന്നത്. നോക്കട്ടെ, അവരോടൊക്കെ ചോദിച്ച് നോക്കാം. ഇടുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ആരോടും ചോദിക്കാണ്ട് തന്നെ എടുത്ത് കേട്ടോ ഇട്ടിട്ടുണ്ട് ഞാൻ. അതിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മളതങ്ങ് ഡിലീറ്റ് ചെയ്യും. കൂടുതലൊന്നും പറയുന്നില്ല. ചേച്ചി ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചേച്ചിക്ക് കുറേ ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആവശ്യങ്ങളൊക്കെ ഇന്ന് രാവിലെ ജോലി കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇൻട്രോ പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം കുളിച്ച് ഒരുങ്ങി ഞാനും ചേട്ടനും കൂടെ പിന്നെ ഫസ്റ്റ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നൂലുകെട്ടിന് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ജുവല്ലറി അടപ്പായിരുന്നു. അപ്പോൾ ഇന്നും ചെന്നപ്പോഴത്തേക്ക് തുറന്നിട്ടില്ല. വിളിച്ച് ചോദിച്ചോ 10:15 ആവുമെന്ന് പറഞ്ഞ്. പിന്നെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് ഇതിനിടയിൽ ചേട്ടൻ വഴക്കും പറഞ്ഞു കേട്ടോ. ഇത്രയും ദിവസം ഇരുന്നിട്ട് പോയി വാങ്ങിച്ച് വെക്കാൻ നേരം കെട്ട നേരത്ത് വാങ്ങാൻ വന്നെന്നും പറഞ്ഞ് ചേട്ടൻ വഴക്കും പറഞ്ഞ്. പിന്നെ അവിടെ നിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങി നൂലുകെട്ടിന് പോയി. നൂലുകെട്ട് കഴിഞ്ഞ് വന്നിട്ട് കല്യാണ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞല്ലോ, അവിടെയൊക്കെ പോയി. അവിടെ പോയിട്ട് പിന്നെ നേരെ വീടെത്തിയപ്പോൾ 1 മണി കഴിഞ്ഞ് 1:15 വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ പോകേണ്ടായിരുന്നു അമ്മാമ്മേരെ വീട്ടിൽ. മാമൻ്റെ വീട്ടിൽ അമ്മാമ്മേരെ 41 ചടങ്ങെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വന്നിട്ട് നേരെ അവിടെ പോയി. അവിടെയും കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് 4-4:30 ആയപ്പോൾ വീടെത്തി. അവിടെ ഇരിക്കുകയായിരുന്നു. നമുക്ക് അമ്പലത്തിലൊക്കെ പോകണമല്ലോ, അതുകൊണ്ട് വന്നിട്ട് പിന്നെ ഒന്നുകൂടെയൊക്കെ കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിലൊക്കെ പോയി. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒരിടവും ഓടിച്ചാടി പോകാനൊന്നും പറ്റില്ല സുഹൃത്തുക്കളെ.
എനിക്ക് പറ്റൂല. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ വീട്ടിൽ മാക്സിമം വീട്ടിൽ കിടന്നും ഇരുന്നും ഒക്കെയാണ് നമ്മളെ ക്ഷീണമൊക്കെ തീർക്കുന്നത്. അപ്പോഴേ നമുക്ക് പിറ്റേന്ന് ജോലിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മളെ ബോഡിയുടെ ഇതനുസരിച്ച് അങ്ങനെയാണ് കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഴ്ചയൊക്കെ പറ്റിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ഓടിച്ചാടി പിടച്ചൊക്കെ അങ്ങനെ പാഞ്ഞുകൊണ്ട് നടക്കാനൊന്നും പറ്റൂല. അങ്ങനെയൊക്കെ നടന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റൂല. എങ്ങനെയെങ്കിലുമൊക്കെ ജോലിക്ക് പോവും, ജോലി കഴിഞ്ഞ് വന്ന് അങ്ങനെയൊക്കെ ഇരുന്നും കിടന്നുമൊക്കെ ആണ് നമ്മളെ ശരീരത്തിൽ ക്ഷീണമൊക്കെ തീർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരിടവും അങ്ങനെ പുറത്തൊന്നും പോകാത്തത്. പോയി കഴിഞ്ഞൊന്നും എനിക്ക് പറ്റൂല. ഇന്ന് തന്നെ ഞാൻ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് 1-2 മണിക്കൂർ കിടന്നൊക്കെ ഉറങ്ങിയിട്ടൊക്കെ എണീറ്റാണ് പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വന്ന പാടെ ഒരു സെക്കൻഡ് പോലും ഇരുന്നില്ല. വന്ന പാടെ ഉടനെ ചെന്ന് കുളിക്കാനും നനയ്ക്കാനും അങ്ങനെയൊക്കെ കഴിഞ്ഞൊക്കെ പോയിട്ട് വന്ന് നേരെ അവിടെയൊക്കെ പോയിട്ട് വന്ന് അമ്പലത്തിൽ വിളക്കുമൊക്കെ കത്തിച്ചിട്ട് വന്ന് പൂജയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഒട്ടും വൈകിയിരുന്നു. വന്ന് 7 മണിയായപ്പോൾ കയറി കിടന്ന് ഞാനാണേ 9:30 ആയപ്പോൾ മക്കളെ വിളിച്ചപ്പോഴാണ് എണീറ്റത്. വീഡിയോ ഇടണ്ടെന്ന് കരുതിയപ്പോൾ പിന്നെ ഞാൻ കരുതി രാവിലെ ഞാൻ കുറേ കഥയൊക്കെ പറഞ്ഞൊരു വിധമുണ്ടല്ലോ, അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാം. നമ്മൾ അന്നുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതാണല്ലോ. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ മടിച്ച പിന്നെ വീണ്ടും എനിക്ക് നാളെ മടി വരും. അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ചേച്ചിയുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ. ഇപ്പം കൂടുതലൊന്നുമില്ല. ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ചേച്ചി നിങ്ങളോട് ഷെയർ ചെയ്തത്. അടുത്തൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മീനൊക്കെ പാചക വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. മീനൊക്കെ വാങ്ങി വെച്ചേക്കുന്നേ, വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കറി വെക്കണം. നാളെ ഇനിയിപ്പോൾ ചേട്ടന് ചോറൊക്കെ കൊണ്ട് പോകേണ്ടായിരുന്നേ. അപ്പം ഞാൻ കരുതി രാത്രി മീനൊക്കെ കറി വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ഞാനാണേ വന്ന് കിടന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കി കുടിക്കണം. മണി 10 പുട്ടെന്തെങ്കിലും ഉണ്ടാക്കാം. പുട്ടുപൊടിയൊക്കെ ഇരിപ്പുണ്ട്. ഇല്ലെങ്കിൽ മോൻ്റെ അടുത്ത് പറയാം എന്തെങ്കിലും പൊറോട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങാം. ഇനിയിപ്പോൾ ചേട്ടനും വന്ന് കിടക്കണേ. ചേട്ടനൊക്കെ രാവിലെ വന്നിട്ട് അതും അങ്ങുങ്ങിയൊക്കെ പോയിട്ടൊന്ന് അതും കിടക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടാം. എനിക്കും കഴിച്ചില്ലെങ്കിലും വേണ്ടല്ലോ, എനിക്ക് കിടന്നാൽ മതി. ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ കൂടുതലൊന്നും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയുമായി ചേച്ചി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി പോട്ടെ, ടാറ്റാ.